ഇതിലേതാ ന്യൂ ഗെയിം അല്ലേ? ന്യൂ ഗെയിം. അപ്പൊ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്ന് അറിയില്ല. 1783 കേരള കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിന്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുവതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷെ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിന്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിന്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും പിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. സാമ്പത്തിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെക്കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ്. ഈ ഗെയിം തുടങ്ങുമ്പോ ഇനി സ്റ്റെപ്പ് വരുന്നുണ്ടോ നോക്കട്ടെ. ഉണ്ടോ? ഒരു 3 വട്ടം കണ്ടെങ്കിൽ എന്ത്? ഇതെന്താണ്? 1984. ഇത് അതാരാന്ന് നോക്കിച്ചാ സൂക്ഷിച്ചു നോക്ക്. ഓ ലാലങ്കിളന്നെ ഇവിടെ 1984 അലാലങ്കിള അപ്പം പടത്തിലുണ്ട്. ഇതെന്താ ചെയ്യണ്ടേ? അയ്യോ കക്കൂശ രാവിലെ തോറണോ എടാ മയ്യ ബാ പൂട്ടിരിക്കട്ടെ അവിടെ. ആ വിളിച്ചവന്റെ ഒരു ഓമ്പിത്തരം. അതിനാണ് അത് കൊടുത്തിരിക്കുന്നത്. റൂം ഫുള്ള് നോക്കിട്ടൊക്കെ അപ്പുറത്ത് പോച്ചാ. ഇവിടെ എന്താ ഇതെന്താണ് മലയാളം? ഇതൊക്കെ 1980 ഇതൊക്കെ പഴയ അലമാറല്ലേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന അലമാറ ഇപ്പോഴുണ്ട്. റേഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കി. റേഡിയോ? ഏത് റേഡിയോ? അവിടെ ഇതാരാണ്? ഇത് മറ്റേ കപിൽ ദേവ്. ഇതാരാണ്? സച്ചിന്. ഇതൊരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. സച്ചിൻ എന്ന് അത് ആക്ച്വലി അതാരൊക്കെയാന്ന് അറിയോ? അത് ഗെയിമിന്റെ ഡെവലപ്പേഴ്സ് ആണ്. ഇത് ഗെയിമിന്റെ ഡെവലപ്പേഴ്സ് ആണത്. മാധവൻ. സുകുമാരൻ. അതെ 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 അതെ. അല്ല സുകുമാരക്കുറുപ്പിന്റെ മറ്റേ ഡൂപ്പ്. മേശപ്പുറത്ത് കുറെ സാധനത്തെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആനന്ദവടി കോഴിക്കോട്. എന്നിട്ട് ഇപ്പൊ
ചായ ക്ലാസ് എടുക്കാൻ പറ്റുമോ നോക്കി ചായ? ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്താ ടൈപ്പിംഗ് മെഷീൻ ആക്കണ്ടല്ലേ? ഓ ലൈറ്റ് കത്തിക്കും കേട്ടാ. ഓ ഞാൻ തന്നെ ഊറ്റി കൊടുക്കണേ. എന്താ അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കൃഷ്ണ എവിടെ? മേശപ്പുറത്ത് എല്ലാം നോക്കിപ്പോയി ചായ. ഇതാണോ ഫോട്ടോ? എല്ലാം കൃത്യമായിട്ട് നോക്കണം. ഓ ഇത് തെക്കലിന്റെ ചേച്ചിയുടെ ഫോട്ടോ ഇല്ലേ? അതെടുക്ക് കയ്യിലെടുക്കാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഓഫ് മൈ വൈഫ്. ഭാര്യയുടെ മുഖയില്ലല്ലോടാ. മോഹൻലാൽ കുറച്ചു മുന്നേ ടി വിയിലാണ് നിന്റെ അടുത്ത് ചോദിക്കുന്നതിന് മറുപടി എന്നാ ചേട്ടാ. ഏത്തക്കാപ്പം അല്ലെ പഴം പഴയടുത്തെന്ന് വെച്ചാ കൃഷ്ണ ഭഗവാനെയും കുന്താ താത്തോണേ. അപ്പൊ ഇതാണ് കേട്ടാ അവര് ഭാര്യയും ഭർത്താവും. എല്ലാം ഉണ്ടല്ലോ. ചേച്ചിയല്ലേ ഇച്ചായന്റെ ഭാര്യയാവോ? എന്റെ ഭാര്യയാണല്ലേ? എന്താ എനിക്കൊരു ലേഖ അടിക്കുന്നുണ്ടല്ലേ? ടി വി ഇടാൻ പറ്റും. ചെറുതായിട്ടുണ്ട്. ഇടാൻ പറ്റുണ്ടാ? ഞാനൊരു കാര്യം പറ്റേ സ്ക്രീൻഷോട്ട് നോക്കാൻ കേട്ടാ. സ്ക്രീൻഷോട്ട് നമുക്ക് ചെറിയ ലേഖ ഉണ്ടല്ലോ ആ വീട്ടിൽ. സ്ക്രീൻഷോട്ട് ഞാൻ ആ ഡിസ്പ്ലേ ക്യാപ്ചർ ഒന്ന് ഓഫ് ചെയ്താൽ അതെ. ഡിസ്പ്ലേ ക്യാപ്ചർ നല്ല രീതിക്ക് സ്റ്റീം പിടിക്കും. ആണല്ലേ? ഓഫ് ആക്കുന്നേ ഇല്ല ഇപ്പൊ കുഴപ്പമില്ല. ഈ സിലായ കൊണ്ടേ പറയണം കേട്ടോ ഗൈസ്. എനിക്കൊരു ചെറിയ ബാങ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഈ ഒരു സ്ഥലത്ത് ആക്ച്വലി ഇതിന് ഇച്ചിരി ലോഡ് ഉണ്ട് ഗെയിമിന്. ഉണ്ടല്ലേ? ഡോണ്ട് ഫോർഗോട്ട് ദ കാർ കീ. കാറൊക്കെ ഉണ്ടോടാ? അത് ഇച്ചാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഓരോ സ്ഥലത്തിലും ഓരോ സാധനങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ അത് കിട്ടും. അതാണ് പറഞ്ഞത് ഏതും ഹിഡൻ ഡീറ്റെയിലും എക്സ്പ്ലോർ ചെയ്തോ. വീട് ഫുള്ള് ഒന്ന് ചുറ്റി നോക്കിച്ചാ. അപ്പുറത്തൊക്കെ മിക്സി ഓടണ നോക്കിച്ചാ. ശരിക്കാൻ പറ്റില്ല. നമ്മള് ഒരു ചായയൊക്കെ ഇട്ടിട്ട് പോയാ പോരെ? ഗ്യാസ് കത്തിക്കാൻ പറ്റുമോ? തിന്ന പാത്രം ഇത് ഗ്യാസ് ഓണാ. ഗ്യാസ് ഇല്ല സിലിണ്ടറിൽ മറ്റേ സാധനം കൊണ്ടുവച്ച് കത്തിക്കാൻ. എന്തിനുണ്ട് വെച്ചിട്ട്? അല്ല മറ്റേ സിലിണ്ടറിൽ മറ്റേ വലിയ മറ്റേ പൈപ്പ് പോലത്തെ സാധനമൊക്കെ കൊണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവച്ച് കത്തിക്കായിരുന്നു. ഇതിപ്പോ ഇവിടെ കത്തിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല പിന്നെ എന്തിനാണോ ഞാൻ ഇവിടെ നിന്ന് ചായ വെച്ചാൻ പോണ? ഈ ചായ ഗെയിം കത്തിക്കോ? നമ്മള് ഗെയിമിന്റെ ഓരോ ഹിഡൻ ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കണ്ടേ ചായ? അതല്ലേ എന്റെ ഒരു ഇത് എവിടെ എടുത്തൊക്കെ? അത് തൊട്ട് എവിടെങ്കിലും എടുത്തൊക്കെ ചായ. അത് ചായ നോക്ക്, ഫുള്ള് നോക്ക്. ബോക്സ് കൺട്രോൾ അടിച്ചാ കുനിയാം. ഇത് എവിടെ കൊണ്ടുവിടണം തൂക്കിട്ട്? ഹോൾഡ് അല്ല കേട്ടോ, ഹോൾഡ് അല്ലേ. അല്ല ഇത് എവിടെ ഇടണം? ലാഗ് ரொம்ப ലാഗ്. ആ പെട്ടി ബുക്സ് ചെയ്യാറെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓ ഇങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഇവിടെ അന്നത്തെ കമ്പ്യൂട്ടർ നോക്കി ചെയ്യാ. ജിറ്റി ഉണ്ടോ നോക്കിയേ? ജിറ്റി ഇല്ല. എന്റെ ആ കമ്പ്യൂട്ടറിലേക്ക് ജീറ്റ് കളിക്കാൻ പറ്റൂടെ? സാനിറ്റൈസ് ആണ് ഒരിക്കലേ. വേലക്കാരല്ല ഞാൻ. പേരൊക്കെ എന്താണ് ബുക്കിന്റെ പേര്? എന്താ പ്രേതപ്പേരാണോ? അതല്ലോ അല്ല അതിന്റെ അകത്തൊരു ബുക്കിന്റെ പേരുണ്ട്, നീലപ്പൂക്കള്. ആര് വാതിലിന് വിട്ടത്? പോയി ചോദിക്കാ. ന്യൂസ് പേപ്പർ ആയിരിക്കും. ആര് വാതിലൊക്കെ വിട്ടുന്ന്? അവളെവിടെ? അവളെ പിന്നെ എന്റെ അവളത്തെ അവിടെ എനിക്ക് ഞാൻ അറിയാം. എന്റെ ഭാര്യ എടുത്താ, കാണാതിരിക്കുന്ന ഭാര്യ എടുത്താ. ഇതെന്താ വീടിന്റെ മുദ്രപ്പല്ലോ? ആ വെയിറ്റ്, ഇതെന്താ ലൈസൻസ്? ഇതെന്തിന്റെ ലൈസൻസ്? അത്
ശ്രീ മാധവൻ വാർഡ് 2 എറണാകുളം. ജീപ്പ് മഹീന്ദ്ര KLR 4 പേഴ്സൺ കപ്പാസിറ്റി. ലൈസൻസ് മറ്റേത് അച്ഛയാ നിങ്ങളാണ് മാധവൻ. വണ്ടിയുടെ RC ബുക്ക്. നിങ്ങളാണ് മാധവൻ. വണ്ടിയുടെ RC ബുക്ക്. മാപ്പ് ഇതെങ്ങനെയാണ് എന്റെ വീട് ഇപ്പൊ ഇതിലേതാണ്? അവര് വീട് മാർക്കാൻ മറന്നു എന്നച്ചായ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ആട്ടി ഇങ്ങോട്ട് എത്തും? ഇതാണാ വീട്, ഇതാണാ വീട്. 2 ശരി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ആരോ കൊറേ നേരം നിക്കണ്ട് പുറത്ത് എന്റെ മാമനെ ഓർഡർ ഇതൊന്നും ഇടാ, ബുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടാ. എന്റെ ബായ് കള്ളി പെണ്ണെ അധികം ഒന്നും പറയല്ലടാ. ഇതെന്താ? ഓ പണ്ട് ഇങ്ങനത്തെ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഇതെന്തിനാ? ഓ എന്റെ ഫാൻ കറങ്ങാനുള്ള സ്വിച്ച് ആണെന്ന് തോന്നുന്നുണ്ട് നാട്ടെ. ഫാൻ ഇറങ്ങുന്നത് ടിവിക്കുള്ള കറണ്ട് ബില്ല് കൂടി വെച്ചാ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പോ. പിന്നെ കുറച്ചിരിക്കട്ടെ വന്നിട്ട് അവസാനം തലക്കടിക്കുക. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്നാ? ഇതെന്തിനാണ് 8411? ഇതെന്താ ഈസ്റ്റാ? ഫോൺ എടുത്ത് വിളിച്ച് നോക്കിച്ചേ. കോർഡിനേറ്റ്സ് ഇതെങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്? ഇതെന്താ താഴത്തെന്താ പൂവിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടല്ലോ? അല്ലല്ല ചിഹ്നോട്ടെ. ഇത് തെക്കലേറ്റിന്റെ ഇതാന്ന് തോന്നലടാ. പേപ്പർ തിരിക്കാൻ നോക്കണ തിരിക്കാൻ പറ്റുമോ? ഞാൻ ആട്ടും. ഓ വെളിയിലോട്ടിറങ്ങി. ഓ എന്തോ തെക്കേടത്ത് ഇതാണ് ഞാൻ. ഇതാണ് മാധവൻ. ഞാനാണ് മാധവൻ. മാധവൻ കത്തൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല. അഥവാ നിനക്ക് ഞാനുണ്ട്, നീ എനിക്കുണ്ട്. ഇതിലെവിടെ ഐലൻഡ്? കട്സീന. എന്തൊരു ക്വാളിറ്റിയാണ് ഇതൊക്കെ. പ്രേതത്തിനെ കാണൂ ചായ ആണല്ലേ? ഗണപതി വണ്ടികളാ ഇതൊക്കെ. മറ്റേ പണ്ടത്തെ ജീപ്പ്. ഈ വണ്ടി നമ്മള് മറ്റേ പയ്യനെ ഉണ്ടാക്കിയ റോങ്ങർ. സ്ലോ മോഷനിൽ വണ്ടി ഇറങ്ങി. എന്ത് രസമാണോ ഇത്? 2 പെഗ്ഗൊക്കെ അടിച്ചിരുന്നിട്ട് കളിക്കണം. ഒരേ പൊടി ഇറങ്ങണം. 5000 രൂപയുടെ ബഡ്ജറ്റ് പണിഞ്ഞ ഗെയിമാ. 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് സ്റ്റീമിന്ന് ലൈസൻസ് മേടിച്ചത് ഈ ഗെയിം പബ്ലിഷ് ചെയ്യാൻ. എന്റെ പൊന്നെ എന്തൊരു BGM സോങ്ങാണ് ഇതൊക്കെ. റേറ്റ് ഇട്ടാലും മതി. ഫോൾട്ട് കുറച്ചിട്ടാ മതി. നല്ല ഡിലേ. ഈ ഐലൻഡ് കുറച്ച് അതിലോട്ട് നടക്കുന്ന അങ്ങോട്ട് കുറച്ച് ലാഗാവും. ഗെയിം തുടങ്ങുമ്പോ കുറയും. എന്റെ പൊന്നെ അറേ വെച്ച് തെക്കോ ഇല്ല. ഇതാണ് ഡയറി. ഇച്ചനുള്ള ഇൻഫോ ഫുള്ള് ഇതിന്റെ അകത്താ വരുന്നത്. ഇത് തുറക്കാൻ പറ്റത്തില്ല. ഏറ്റവും ടോപ്പ് റൈറ്റിൽ കണ്ടോ? അതാണ് ഇൻഫർമേഷൻ എന്താ ചെയ്യേണ്ടെന്ന്. ഇപ്പൊ വാണ്ടർ ദ ഐലൻഡ്. ഇപ്പൊ ഐലൻഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് അവര് പറയുന്നത്. ഇത് ഓപ്പൺ ആകാൻ പറ്റത്തില്ല. ഇതിപ്പോ ഡയറി നമ്മൾ ഓരോ സമയം നമ്മൾ ടാബ് അടിച്ച് ഓപ്പൺ ചെയ്യുമ്പോ ഇതിന്റെ മേളിൽ വരും. അത് വീണ്ടും ടാബ് വെക്കാതെ വീണ്ടും ഒന്ന് ടാബ് അടിച്ചാൽ മതി.
ചാപ നക്കിയാ ചാ സ്ക്രീൻ ഷെയർ അടിച്ചു കേട്ടാ. സ്ക്രീൻ ഷെയർ അടിച്ചു. മറ്റേ 480 സ്ട്രീം ചെയ്തൊക്കെ ഇവിടെ. അതാണ് 480 ഇവിടെ സ്ട്രീം ഇട്ടാതെ. ഇത് ലൈവില് തന്നെ കത്തു. എന്റെ കൊഞ്ചി നോക്കിയ മറ്റേ ഇതൊക്കെ കണ്ട വാഴപ്പഴമൊക്കെ വാഴപ്പഴം പുല്ല് തെങ്ങില് തേങ്ങ ഉണ്ട്. ആ തേങ്ങ പരുന്ത് എല്ലാം ഉണ്ടല്ലോ ഇവിടെ. തെങ്ങില് പരുന്ത. തെങ്ങില് പരുന്തല്ല. ഹായ് തുളസിയ കൈ വെച്ചില്ലേ എന്തായാലും ഒച്ചയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ചെറിയ ലാഗ് ഉണ്ടോ? 254 അടിച്ചില്ലടാ നമ്മള്. ഞാൻ നോക്കുമ്പോ എനിക്ക് അത്ര ലാഗ് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ലൈവ് നോക്കുന്നുണ്ടല്ലോ. സ്ക്രീൻ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്പ് ആവുന്നുണ്ട്. അതാ ഒരു സ്ഥലം ലോഡ് ആവുന്നതിന്റെ ഇത് ഈ ഒരു പുറത്തെ സൈഡ് നല്ല ലാഗ് ആക്ച്വലി. സ്മൂത്ത് അല്ലാത്ത അവിടെ കുറച്ചേരം ഇവിടെ നടന്നു. വലിയ പ്രശ്നമല്ല അത്. ഉച്ച നേരെ വീട്ടിലോട്ട് കയറിയല്ലേ? ഞാൻ ഈ പറമ്പിലൂടെ ഈ പറമ്പിന്റെ വെള്ളിലോട്ട് പോകാൻ പറ്റുമോ? അത് ഇച്ചേ വന്ന വഴി വരണമായിരുന്നു. അപ്പോൾ ഇച്ചേ നേരെ ഇങ്ങോട്ടാ കയറിയത്. വേറൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ. മറ്റേ മനയാണോ ഇത്? മറ്റേ ഒരു പടം ഉണ്ടല്ലോ ബ്രഹ്മയുഗത്തെ എന്റെ മനക്കിലേക്ക് സ്വാഗതം. മന പോലെയൊക്കെ ഉണ്ടല്ലോ ഇത്. പറ്റിയൊന്നുമല്ലേ തള്ളിയിട്ട് ഇങ്ങോട്ട് കയറണോ? മൊത്തത്തിലൊന്ന് നോക്ക്. ഒരു വീട്ടിൽ വന്ന ആദ്യമേ നമ്മള് ഏണിയിലാണോ വെച്ചാ നമ്മള് കേറുന്നത്? നമ്മള് ആളുണ്ടോന്നൊക്കെ നോക്കണ്ടേ ആദ്യം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തി നോക്കണ്ടേ ചാ? നോക്കട്ടെ. തേങ്ങ കച്ചവടം. എന്റെ പൊണ്ടാട്ടിയുടെ ഈവന് കേരള ഒരു ആംബിയൻസ് ഇല്ലേ? എന്റെ പൊണ്ടാട്ടിയുടെ ഇന്ദ്ര അല്ലേ? ഇന്ദ്രുട്ടി ഏട്ടായി വന്നു പുറത്തിറങ്ങി. എന്റെ ഇന്ദ്രു ഏട്ടായി നിനക്ക് ഇഷ്ടപ്പെട്ട അച്ചപ്പും കോയിലപ്പം രണ്ട് അടി എടുത്ത് ചിലപ്പോ തുറക്കുമായിരിക്കും. അടിക്കാൻ പറ്റില്ല. മണി അടിക്കാൻ പറ്റത്തില്ല. എന്റെ ഇന്ദ്രു എവിടെ? ഏതോ 2 ജനലൊക്കെ തുറന്നു കിടക്കുന്നു. ജനലിൽ കൂടെ വിളിച്ചാ ഈ മൊണ്ണക്ക് ചാടാൻ പോയി അറിയില്ല. പടിയില്ലെങ്കിൽ ഷിഫ്റ്റ് നോക്കി ഓടിച്ചാ. ഇത് മറ്റേ 5M അല്ല ഷിഫ്റ്റ് നോക്കി ഓടാൻ. ഓടാൻ പറ്റും ഇതില്. ഡൊമിനിക്ക് പറഞ്ഞോട്. എന്താ കാഞ്ചന പക്ഷെ ഒന്ന് തിരിഞ്ഞു വല്ല നോക്കിയേ. തിരിയല്ലേ ഇതില് കാഞ്ചനയുടെ ബീജിഎം ഒക്കെ നമ്മള് കേട്ടില്ലല്ലോ ചായ. ഞാൻ കേട്ടില്ല. കേട്ടാ ഇതൊക്കെ ബാക്കി പോച്ചാ.
എടാ ഇതിന്റെ രണ്ട് ഭാഗം പിച്ചാട്ടോ സുരു ഞാൻ വല്ല അച്ഛാ ഒരു കരിക്കിട്ടിട്ട് പോച്ചാ. കരിക്ക് എന്റെ മുട്ട ഇവിടെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരെ കരിക്ക് ഞാൻ വല്ല ബാത്റൂം ആയിരിക്കും. എത്തിനെങ്കിൽ പ്രശ്നമാകണ്ട, കേസ് കിട്ടും. എടാ ഞാനേ എടാ ഡൊമിനിക്ക് ഇത് ഓടാൻ ഈ പറ്റില്ല. വാതിൽ തുറന്ന് അകത്തോട്ട് കയറാൻ അത് പറ്റില്ല shift, എനിക്ക്. ഇച്ചാ ഇതുവരെ വന്നിട്ട് ആ വാതിലൊന്ന് മുട്ടിയാ. ഗെയിം സേവ്ഡ്. ഹലോ ഈസ് എനിവൺ ഹിയർ? ഞാനല്ലേ ചോദിച്ചത്. മുട്ട് ചായ, മുട്ട് മുട്ട്. നേരെ എന്തോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്. എടാ അതെങ്ങനെയാടാ? അയ്യോ ശരി, ഇത്ര വേഗം നേരം കണ്ടുപിടിക്കാന്ന്. അത് മൈല. പിന്നെ അതെനിക്ക് മനസ്സിലായില്ല. എങ്ങനെ ഇത്ര നേരം അങ്ങോട്ടും കൊണ്ടുവന്നത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ഉള്ളത്. ആ ഇപ്പോഴാണ് വേ വന്നത്. ഇവിടെയല്ലേ ഇച്ചാ ഇച്ചന് മനസ്സിലായത് ഡോറ് ആരും ഇല്ലാന്ന്. മിക്കവാറും ആ കോണിയായിരിക്കും. അല്ലെങ്കിൽ ആ കോണി അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലേ. ഫോണിയാ കണ്ടാ ചേ ഓടുന്നുണ്ടാ? കണ്ടാ ആ കണ്ട് ഇത് പുറത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കൊച്ചു വീടൊക്കെ. എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടാ? ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെ ഒരു കേറി ചായ. എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ കേറട്ടെ. കമ്മ്യൂണിക്കേറ്റ് കേറാൻ പറ്റുന്നില്ല. ഞാൻ പിടിച്ച് കേറ്. ഇതിലൂടെ എല്ലാം ആഞ്ഞ് പിടിച്ചിട്ട് ഞാൻ എന്റെ കയ്യിലോണ്ട് ഇവിടെ പിടിക്കണോ? മൗസില മൗസ്. ആ മൗസ് എന്ന് പറഞ്ഞില്ലേ ചായ? മൗസിൽ എന്താണ്? അച്ഛായന അവിടെ എണി കേറുന്ന പോലെ കേറ്. പി സിയുടെ സ്റ്റൂളിൽ കേറി നിക്ക്. എടാ ഇല്ലടാ, ഇത് കേറാൻ പറ്റുന്നില്ല. അച്ഛായ എണീറ്റ് നിന്നിട്ട് ചാട്ടം ചാടിക്കേ. നിങ്ങളെ തിരിഞ്ഞു കയറണോ? അതെന്താ പോരാങ്ങനെ ഞാൻ ചാട്ടം ചാട്. ഇതല്ലടാ, വേറെ ഏതോടാ വൈ. ഡൊമിനിക്ക് എല്ലടാ റവാടെ, അത് ഒരു സംഭവം ഉണ്ട്. മൊത്തം നോക്കിയില്ല, ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അപ്പോഴേ വർക്ക് ആവത്തുള്ളൂ അല്ലേ? ഓടെങ്ങാനും പൊളിച്ച് കയറി പോണോ? എടാ അത് തന്നെയാണെന്ന്. അത് തന്നെയാണോടാ. പിന്നെന്താ എനിക്ക് കയറാൻ പറ്റാത്ത? ഞാനേ സ്ട്രീം മോഡിൽ വാങ്ങിച്ചിട്ട് എണീന്റെ അടുത്ത് ഒന്നും കൂടെ പോയേ. എന്നിട്ടൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചു നോക്ക്. ഇന്ററാക്ട് ലെഫ്റ്റ് ക്ലിക്ക് അല്ലായിരുന്നോ? കേറി ചായ. അത്രേ ഉള്ളൂ. പരിക്കടിച്ച് ചായ ചോദിക്കണേ അത്. അതിന്റെ തരിക്കടിച്ച് എന്താ റവാടെ? ഇന്ദിരയുടെ പുതിയ കാമുകമല്ലേ ഇവർ രണ്ടുപേരും അവിടെ എന്തോ പരിപാടിയാണ്. എക്സ്പ്ലോർ ഇപ്പൊ ഒന്നിനും കുനിഞ്ഞു പോരുത്. ഈ റൂം മൊത്തത്തിൽ നോക്കുക. അത് കുനിഞ്ഞു നിക്കാൻ പറഞ്ഞ പറയില്ല ചായ. നിനക്ക് ഇവിടം അനിവാര്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. തിരിച്ചു നോക്കിയാ പേപ്പർ അതിന് തിരിച്ചു അണ്ടി. പക്ഷെ നിനക്ക് ഈ വീട് അനിവാര്യമായിരിക്കും, പക്ഷെ അന്യമായിരിക്കുമെന്നല്ലേ? അത് അന്യമായിരിക്കുന്നതല്ലേ? അത് പറഞ്ഞ എന്താ ചായ? എന്താണ് പറഞ്ഞാ ഇതാണ് അന്യമായിരിക്കുന്ന അതെന്ത് വീടാണ്? അത് അതെങ്ങനെയാണ്? നിന്റെ വീടല്ലെന്നാ പറഞ്ഞത്. അന്യമായിരിക്കും. നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷേ അണ്ടി. പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. എന്ന് വെച്ചാ
ഈ വീട് നിന്നെ നമുക്കുള്ളതാണോ എന്റെ കാരണം ഭാര്യക്കുള്ളതാണോ? അല്ലല്ല എന്നറിയോ, നീ ഇതിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ട്, ഈ വീട് നിന്നെ മറന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇട്ട് അവളെ ഇഞ്ചിക്കൊന്ന്. പീഡിപ്പിച്ചോ?